നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോട് അടുത്ത് തൊപ്പിച്ചന്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവരെല്ലാം കൂടെ അങ്ങനെ കുട്ടികളായിട്ടൊക്കെ ഓടി കളിച്ചിരിക്കുന്ന സമയത്ത് വീട്ടിൻ്റെ പിന്നിൽ കൂടി അടുക്കളയുടെ വാതിൽ തുടങ്ങും. അപ്പോൾ പിന്നിൽ കൂടി താഴെയൊക്കെ പാടവും വരമ്പും മറ്റ് തോടുമൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു അതിഥി എഴഞ്ഞു വന്ന് പതുക്കെ എഴഞ്ഞു വന്ന് വീട്ടിനകത്തോട്ട് കയറുന്നു. ആ സമയം തൊട്ട് അവിടുത്തെ അമ്മയും കുട്ടികളൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഗ്രഹനാഥൻ വീട്ടിൻ്റെ മുന്നിൽ നമുക്ക് വഴി കാട്ടാനായിട്ട് നമ്മളെ വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നല്ല നീളമുള്ള അതിഥിയാണെന്ന് പറഞ്ഞ്, വണ്ണമൊന്നുമില്ല, നീളമുണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ മൂർഖനാണെന്ന് പറയുന്നുണ്ട്. നമ്മളെ വീടിൻ്റെ പിന്നിൽ വർക്ക് ഏരിയയിലോ അടുക്കളയിലോ ശരി. ഇവിടെയൊക്കെ ധാരാളം കാണും കേട്ടോ. മേലോട്ടുള്ള പറമ്പുകളെല്ലാം കാടല്ലേ, എല്ലാം കാടല്ലേ. ഇവിടെ ഒത്തിരി ആളുണ്ടല്ലേ. സുഖമായിരിക്കുന്നല്ലോ. എന്തുണ്ട് വിശേഷം? എന്താ മോൻ്റെ പേര്? വൈഷ്ണവ്. ഹലോ, നമസ്കാരം. എന്താണ് മോൻ്റെ പേരെന്താ? എന്താ മോളെ പേര്? അപ്പോൾ ദേവിക, വേദിക. അനിയത്തിയോ? എത്രല്ല മോള് പഠിക്കണേ? 7. മോളോ? 2. സൂപ്പർ. എന്നെ വിളിച്ചതാരാ? എന്താ ആളെന്നെ ഫോൺ എടുത്ത് വെച്ച് വിളിച്ചു, മാമ പാമ്പെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാ വിളിക്കുന്നത്, വീട്ടിൽ വലിയവരൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പോഴച്ഛൻ്റെ കൊടുക്കുന്നത് അല്ലേ. സന്തോഷം കേട്ടോ. വേദിക. അമ്മ സുഖം. എന്തുണ്ട് വിഷയം? അമ്മ എന്തൊരു മൂടോട്ടാട്ടിരിക്കുന്നു? വയ്യേ? കണ്ടു പേടിച്ചോ? ഞങ്ങളെ കണ്ടിട്ടാ? പാമ്പിനെ കണ്ടിട്ടോ? ഞാൻ പേടിച്ച് ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചെന്ന്. അടിപൊളി. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്തോ? ചാട കൊണ്ടോ? ആ സമയം തൊട്ട് ഇവിടെ ആളുണ്ടോ? നിങ്ങൾ ആ സമയം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ പോയിട്ടില്ലല്ലോ. സാധനത്തുണ്ടല്ലോ, മെനക്കെടാവൂലല്ലോ. അപ്പോൾ നമ്മൾ നേരെ സമയം കളയുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാം, എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഓ അങ്ങനെയായിരുന്നു. അപ്പോൾ വെള്ളം പാത്രമൊക്കെ വെച്ചിരിക്കുന്നേ ഉള്ളൂ ചേട്ടാ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചായട്ട് കുടിക്കാം. അടിപൊളി. എന്താണ് സുഖം? എനിക്ക് 3 ഇഷ്ടപ്പെട്ടു. പക്ഷേ അടിപൊളി കേട്ടാ, സ്മാർട്ടാ. എന്നെ ഫോൺ എടുത്ത് വെച്ച് പെട്ടെന്ന് ഇപ്പോൾ എവിടെ എത്തി? അച്ഛൻ വിളിച്ച് 1 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളപ്പോൾ എവിടെ എത്തി? ഞാൻ പറഞ്ഞു ആരാത് എന്ന് വെച്ച്. ശരി, എന്നിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ സമയം കളയുന്നില്ല. ആ സമയം തൊട്ട് പ്രിയപ്പെട്ട രാജേഷ് അവറുള്ള അമ്മയും കൊച്ചു മക്കളൊക്കെ ഇവിടെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് പോയിട്ടില്ലെന്നാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് അധികം പണിയില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ റിങ് വർക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ ഈ മൺവെട്ടിയൊക്കെ ഇതിനകത്ത് തന്നെ വെച്ചാൽ പോരെ. ഞാൻ എപ്പോഴും നോക്കുന്നൊരു സംഭവം എന്താണെന്നറിയാം. അതായത് ഈ കസേര എപ്പോഴും ശ്രദ്ധിക്കേണ്ട വരും. നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും ഓർക്കണം, ഈ കസേര എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് പാമ്പിറങ്ങിയിരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ചേരയും മുറുക്കൻ്റെ കുഞ്ഞൊക്കെ ഒരുപാട് സംഭവമുണ്ട്. കാരണം അടുക്കി വെച്ചിരിക്കുമ്പോൾ സ്ഥാനത്തുകൾ ഇതിനകത്തങ്ങ് ഇറങ്ങി തട്ടുമ്പോഴതിനകത്ത് ഇതുണ്ട്. ഈ പരമാവധി ഇങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി വാങ്ങി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഇതിന് ഫില്ല് ചെയ്യണം. ഇതിനെന്ത് തുണിയോ പേപ്പർ ഇതിനെ കുത്തി ഞെരുക്കി നല്ല സീൽ ചെയ്യണം. ഒരിക്കലും ഇങ്ങനത്തെ സാധനം വാങ്ങരുത്. ഇതെല്ലാം നമ്മൾ ഇപ്പോഴത്തെ വീടുകളിൽ ഒരുപാട് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനമാണ്. ഇതേണ്ട ഈ ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് തുണിയോ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്യണം. അല്ല ഒരു കാരണം പറ്റുമെങ്കിൽ ഇതിപ്പോൾ കമ്പനിക്കാർ വാങ്ങിച്ചു വെച്ച് ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പറഞ്ഞാൽ മിക്കവാറും എനിക്ക് അവർ കൊട്ടേഷൻ ഇടുമെന്നുള്ളതാണ്. കാരണം ഇത് നമ്മുടെ സേഫ്റ്റിക്ക് പറ്റിയതല്ല ഇങ്ങനത്തെ സാധനം. അപ്പോൾ അത് നോക്കണം. ഇതിവിടെ ഇരിക്കട്ടെ. ചെറുതല്ലല്ലോ. ഓ പാമ്പിന് TV വെച്ച് കൊടുത്തിരിക്കുക അല്ലേ? ചെറുതല്ലെന്ന് ഉറപ്പല്ലേ? ഇതിനകത്തൊന്നും കയറത്തില്ലല്ലോ ഇതിൽ കൂടെ. ഇതാ
ഞാനിങ്ങനെ പതുക്കെ നീക്കിയപ്പോൾ നമുക്കിതാ ഇതിൻ്റെ സൈഡിൽ ഞാൻ ഈ ടി വി ഒന്ന് മാറ്റിയാണ്. ഒരു പറഞ്ഞ വലിയ മുട്ടക്കാട്ടൻ പാമ്പെന്നാണ്. മുട്ടക്കാട്ടൻ പാമ്പെന്നല്ല, ഒരു ചെറിയ കുഞ്ഞനത് ഇതാ ഇവിടെ കാണാം. ഇതാ കണ്ടോ, ഇവർ പറഞ്ഞ വലിയ പാമ്പൊന്നുമല്ല, ഒരു കുഞ്ഞു പാവ. കണ്ടോ, കുഞ്ഞു പാവ കണ്ടോ, ഒരു കുഞ്ഞു പാവ കണ്ടോ, ഒരു കുഞ്ഞൻ പൊടി. അപ്പോൾ ഇവർ പറഞ്ഞ് ഇപ്പം നമ്മൾ കണ്ട സാധനമല്ലല്ലോ, ഈ കണ്ടല്ലോ നിങ്ങൾ കണ്ടത്, ഉറപ്പല്ലേ? വലുത് തന്നെയാണ്. അതാ നോക്കിയേ, ഇതായിരിപ്പുണ്ട്. എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞല്ലോ നല്ല നീളമുള്ള നല്ല സാധനം. പക്ഷേ സ്കിന്ന് കണ്ടാൽ അറിയാം, ഫീമെയിൽ, പെണ്ണ്. ഈ വർഷം 2025 എണ്ണ ചേർന്ന് 26 മുട്ടയിട്ട് ഏകദേശം 28ഓളം കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു പെണ്ണതിഥി. നോക്കൂ, ഒരു പെണ്ണതിഥി കണ്ടോ. അപ്പോൾ അവർ കണ്ടത് വെറുതെ ആയില്ല. ഇതൊക്കെ ഒന്ന് മാറ്റാം, ആദ്യം കമ്പും ഇതൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് 100% പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ അടുത്തൊക്കെ നല്ല പറമ്പുകളാണ്, കാടിയേറെ കിടക്കുന്നുണ്ട്. എന്തായാലും ഇതാ മാറ്റി, ഇതാണ്ടോ, അടിപൊളി. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞനെ മിക്കവാറും വലിയ ആൾ തട്ടിയേനെ. എന്തായാലും അമ്മയും കുഞ്ഞും അല്ല എന്ന് നമുക്കൊരിക്കലും പറയാനും പറ്റില്ല. കാരണം അമ്മയും കുഞ്ഞും ഒരിക്കലും ഒരുമിച്ച് സഞ്ചരിക്കത്തില്ല. പക്ഷേ അടുത്ത് എവിടെ നിന്നോ സ്പ്ലിറ്റ്, എനിക്ക് തോന്നുന്നൊരു 2 മാസത്തിലേറെ പ്രായം വരുന്ന ഒരു കുഞ്ഞ് മൂർഖനതിഥി. ഇത് ഫീമെയിലാണ്, മുട്ടയിട്ട അതിഥിയാണ്. അമ്മ അല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ അമ്മയാണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടുന്ന് മൂർഖനൊരു അത്ഭുത സംഭവമൊന്നുമല്ല. ഇവിടെ ധാരാളം കിട്ടുന്നൊരു സ്ഥലമാണ്. എനിക്ക് ആലങ്കോട് തൊപ്പിച്ചന്ത, ഈ മണനാക്ക്, ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ മൂർഖനതികൾ കിട്ടുന്നൊരു സാഹചര്യം. പക്ഷേ ഇത് ഫീമെയിലാണ്, മുട്ടയിട്ട് കുഞ്ഞ് വിരിച്ചതിന് ശേഷം ഭക്ഷണം തേടി ഇറങ്ങിയ അമ്മ അതിഥിയാണ്. വയ്യായികയുണ്ട് അമ്മയ്ക്ക്. നമ്മളുണ്ട് എല്ലാ ജീവികൾക്കും അവരുടെ പ്രൊട്ടക്ഷൻ, സെൽഫ് പ്രൊട്ടക്ഷൻ. പക്ഷേ ഇവിടെ കുഞ്ഞുണ്ടോ, ഈ കുഞ്ഞിനറിയില്ല, ഇപ്പോൾ ഈ തള്ളയ്ക്കറിയില്ല, അഥവാ എൻ്റെ അമ്മയാണെങ്കിൽ പോലും അതിനറിയില്ല എൻ്റെ മകനാണോ മകളാണോ എന്നറിയില്ല. അതിനാകുമ്പം ഭക്ഷിക്കുന്നുണ്ടോ. പക്ഷേ ഈ അടി നോക്കിയേ, അടിച്ചൊക്കെ കുഞ്ഞ് മുറുക്കിൻ്റെ പത്തിയുടെ പുറകെ നോക്കിയേ, നമ്മുടെ മറ്റ് സിമ്പിളിനെ പോലെ, മറ്റേ കണ്ണാടി പോലെയല്ല, മറ്റ് കണ്ണാടി ഉണ്ട്. ഈ കണ്ണാടി നോക്കിയേ 2 റൗണ്ട് കണ്ടോ. അമ്മയെ കൊത്തി കണ്ടോ അത്. പക്ഷേ ആ ചെറുതിൻ്റെ കണ്ണാടി ഉണ്ട്, കണ്ണിക്കൊരു വ്യത്യാസം പോലെ. ഇതുണ്ടോ ഈ കണ്ണാടിയുടെ പുറകോശം നോക്കിയേ, ഈ കുഞ്ഞിൻ്റെ കണ്ണാടിയുടെ പുറകോശം നോക്കിയണ്ടോ, ഒരു ചിത്രശലഭത്തിൻ്റെ ഒരു ഇതുപോലെ. അല്ലെങ്കിൽ ലവ് എന്താ പറയുക, നമ്മുടെ ടൈഗർ എന്താ പറയുക, ടൈഗർ ബട്ടർഫ്ലൈയുടെ പുറകിലത്തെ ബട്ടർഫ്ലൈ കണ്ടോ. ഈ കണ്ണുണ്ടോ, കണ്ണട ഉണ്ടോ, പുറകിലത്തെ കണ്ണട, ഒരു വ്യത്യാസം. ഇതാ നോക്കിക്കോളൂ. നമുക്ക് കാണാം, കണ്ടോ കണ്ണടയ്ക്ക് ഒരു വ്യത്യാസം കണ്ടോ. ആ കണ്ണടയല്ല ഇതിൻ്റെ കണ്ണട കണ്ടോ. ഈ വരുന്ന സ്പെക്ടിക്കിൾഡ് വരുന്ന ആ പാറ്റേൺ കണ്ടോ, ആ ഡിസൈൻ അതല്ല കണ്ടോ. അതാണ്ടോ ബാക്കിലത്തെ പാറ്റേൺ കണ്ടോ, ആ ഡിസൈൻ കണ്ടോ. കടിക്കാനായിട്ട് വായി നല്ല തുറക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെ കണ്ട് പേടിച്ച് അങ്ങനെ ഇരുന്നതായിരിക്കാം. സൗകര്യത്തിന് കിട്ടിയെങ്കിൽ അത് ഇതിനെ മിഴുങ്ങിയേനെ, മിക്കവാറും മിഴുങ്ങണ്ട. കണ്ണുണ്ട്, അതിൻ്റെ കണ്ണിൽ പത്തിയുടെ പുറകിൽ വരുന്ന സിമ്പലല്ല ഇതിൻ്റെ കണ്ടോ. നമുക്ക് ഇതൊരു അത്ഭുതമല്ല. നമുക്ക് ലവ് ചിഹ്നം, ഹാർട്ടിൻ്റെ അതേ ചിഹ്നത്തിലുള്ള മൂർഖനതിഥി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, നല്ല ചിഹ്നമുണ്ടോ. അപ്പോൾ ഇത് അമ്മയും കുഞ്ഞും ആണെന്നോ അല്ലെന്നോ നമുക്ക് പറയാം. ചിലപ്പോൾ അമ്മയും കുഞ്ഞും ആവാം. കാരണം എന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും ഒരിക്കലും ഒരുമിച്ച് സഞ്ചരിക്കാറില്ല. പക്ഷേ ഭക്ഷണം തേടി പോകുന്ന കുഞ്ഞുങ്ങൾ പല വഴിക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അമ്മ ഒറ്റയ്ക്ക് ഭക്ഷണം തേടി പോകുന്നു. അറിയില്ല, പക്ഷികളെ പോലെയോ ടൈഗറിനെ പോലെയോ ലെപ്പേഡിനെ പോലെയോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് തേടി കൊടുക്കുന്ന, ഹണ്ട് ചെയ്ത് കൊടുക്കുന്ന വിനോദം, അല്ലെങ്കിൽ അങ്ങനൊരു പ്രക്രിയ, അല്ലെങ്കിൽ അങ്ങനൊരു പ്രകൃതി നിയമം പാമ്പുകൾക്കില്ല. ഇപ്പം മറ്റുള്ള എല്ലാ ജീവികളും ഫുഡ് തേടി കൊടുക്കും. ഇത് പാമ്പുകൾക്ക് ഇപ്പോൾ അമ്മയുടെ വഴിക്ക് പോയി ഫുഡ് തേടുന്നു,
കുഞ്ഞുങ്ങളുടെ വഴിക്ക് ഫുഡ് തേടും. ആ പോണ വഴിക്ക് കുറേ ഉക്കൻ്റെ വഴിയിലെ കയ്യിലാകാം, കുറച്ച് കാക്കയുടെ ബലിക്കാക്കയുടെ കയ്യിലാവാം, ചിലത് മൂങ്ങയുടെ കയ്യിലാവാം, ചിലത് കീരിയുടെ കയ്യിലാവാം, ചിലത് മനുഷ്യൻ്റെ കയ്യിലാവാം, തല്ലിക്കൊല്ലുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയുക, പരസ്പരം പൂരകങ്ങളായി മാറുന്നുണ്ടോ. നമുക്കിത് കാണാം. നമുക്ക് കുഞ്ഞിനാണ് ആ പത്തി കണ്ടല്ലോ, നമ്മൾ കണ്ടോ കണ്ണടിയിൽ ചെറിയ നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട് ആ പത്തിക്ക്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കണ്ടില്ലേ, രണ്ടുപേരും നല്ല അടിപൊളി അല്ലേ. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അനന്തഭദ്ര സിനിമയിലെ കുഞ്ഞുകുട്ടനാണ്. പിന്നെ നമ്മൾ ഹൈന്ദവ ആചാരപ്രകാരം ഈ കുഞ്ഞു മൂർഖനെയൊക്കെ നമ്മൾ സർപ്പം എന്ന് വിളിക്കുന്നു. കണ്ടോ, സർപ്പം. ഈ കുഞ്ഞന്മാരെയൊക്കെ സർപ്പം എന്ന് വിളിക്കുന്നു. കുഞ്ഞുങ്ങളെയാണ് നമ്മൾ സർപ്പമായിട്ട് ആരാധിക്കുന്നത്. വലിയവരെ മൂർഖൻ എന്ന് വിളിക്കുന്നു. കണ്ടോ, നന്നാ കടിക്കുന്നുണ്ട് കേട്ടോ, നല്ല കടിക്കുന്നുണ്ട് ഇദ്ദേഹത്തിനെ കണ്ട് പേടിച്ചിട്ടോ അദ്ദേഹം ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്തോട് ഇഴയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണും. അല്ലെങ്കിൽ അങ്ങനെ പേടിക്കാനായിട്ടൊരു സാധ്യതയില്ല. കണ്ടോ. അപ്പോൾ ഇതറിയാലോ, ഏകദേശം 1 മീറ്ററിൽ കൂടുതൽ നീളമുള്ള പെൺമൂർഖൻ അതിഥി ഈ വർഷം 28 മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുറത്തേക്ക് വിട്ടതിന് ശേഷം ഭക്ഷണം തേടി എത്തിയ മൂർഖൻ. അദ്ദേഹത്തെ കണ്ടിട്ട് ഈ അമ്മയുടെ മകളെപ്പോലെ തോന്നും. ചുണ്ട് നല്ല കൂർത്തിരിക്കുന്ന അമ്മയുടെ സെയിം ചുണ്ട് പോലെ ഇരിക്കുന്നു. ഫുഡിൽ മാത്രം ഒരു വ്യത്യാസം. ആ കണ്ണടയിൽ അറിയാലോ, നമുക്ക് പൂർവികർ മലയാളത്തിൽ എഴുതി വെച്ച ഡബിൾ കണ്ണട, സിംഗിൾ കണ്ണട. അത് ഒരു സൈഡിലുള്ളതിനെ സിംഗിൾ കണ്ണട എന്നും ഡബിൾ സൈഡിലുള്ളതിന് ഡബിൾ കണ്ണട. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മൂർഖൻ സ്പെക്ടിക്കൽ കോബ്ര എന്നറിയപ്പെടുന്ന നാജ നമ്മുടെ നാട്ടിലുള്ളതിനുള്ള ഒറ്റ ഇത് തന്നെയാണ്, 2 കണ്ണുള്ള. അപ്പോൾ ഡബിൾ കണ്ണട എന്ന് തന്നെ പറയുന്നത്. നോക്കിയുള്ള ഇപ്പോൾ ഏകദേശം നല്ല പരമാവധിയുള്ള ഹൈറ്റിൽ അത് എണീറ്റിട്ടുണ്ട്. അതിനൊരു കണ്ണിന് എന്തോ ഒരു ചെറിയൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം. പിന്നെ കൃത്യമായിട്ടൊരു അല്ലെങ്കിലും വിഷനില്ല, കൃത്യമായിട്ട് കാഴ്ചയാണ്. ഈ കണ്ണുണ്ടോ, ഈ കണ്ണിനൊരു ചെറിയ കുഴപ്പം കാണുന്നുണ്ടല്ലേ, ചെറിയൊരു കുഴപ്പം ഉണ്ടോ ഈ കണ്ണിന്. പക്ഷേ നിഴലുള്ളതുകൊണ്ടാണ് തള്ളയെ അതിനെ കടിക്കുന്നുണ്ട്. കണ്ടോ, ആ കുഞ്ഞൻ അതിൻ്റെ ദേഹത്തിൽ അദ്ദേഹം ഇഴഞ്ഞ് കയറിയപ്പോൾ അദ്ദേഹം വേദനിച്ചിട്ട് കുഞ്ഞ് നേരെ ആ വലുതിൻ്റെ ദേഹത്ത് കടിക്കുകയാണ്. അപ്പോഴാണ് വലുത് തിരിച്ച് കടിക്കുന്നത്. അപ്പോൾ തിരിച്ച് കടിച്ചാൽ എന്താ സംഭവിക്കുക, ഒറ്റ മിണുങ്ങലിനേ ഉള്ളൂ, ഒരു മിണുങ്ങലിനേ ഉള്ളൂ, അത്രയ്ക്കുള്ള സംഭവമേ ഉള്ളൂ. കണ്ടോ, ഇത് നമ്മുടെ കണ്ടില്ലേ, ഏകദേശം 1 മീറ്ററിൽ കൂടുതൽ നീളം വരുന്ന നല്ല നല്ല വനം ഉള്ളതാണ്. കണ്ണിൻ്റെ പുറകിൽ കവിള് നന്നായിട്ട് വീർത്തിരിക്കുന്നുണ്ട്. കണ്ടോ. അപ്പോൾ നമ്മൾ മാളത്തിനകത്തിരുന്നാൽ പോലും ഇപ്പോൾ 10-20 കുഞ്ഞുങ്ങൾ കഴിഞ്ഞപ്പോഴും തള്ള ഇങ്ങനെയൊക്കെ തന്നെ ഇഴഞ്ഞ് അതിൻ്റെ പുറത്തൂടെ സഞ്ചരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് സ്പ്ലിറ്റായി. അപ്പോൾ ഈ സമയത്താണ് നല്ല സ്പീഡിലായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പതുക്കെ മാളത്തിനകത്തിന് വളരെ സ്ലോവിൽ കുഞ്ഞുങ്ങളുടെ പുറത്തോട്ട് എഴുതിയപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങ് പതുങ്ങി കിടക്കും. പക്ഷെ പേടിക്കുമ്പോൾ പുറത്താണെങ്കിൽ ഈ ഒരു പ്രക്രിയ, എന്താ പറയുക, ബ്രീത്ത് ചെയ്യുക, പെട്ടെന്ന് അഗ്രസീവ് ആവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞിൻ്റെ ദേഹത്തോട് പെട്ടെന്ന് അവർക്ക് വേദന ഉണ്ടാവും. അപ്പോൾ അവർ പെട്ടെന്ന് സ്പ്ലിറ്റ് ആവും. പക്ഷേ മാളത്തിനകത്ത് സാധനം അറിയാം, നമ്മുടെ നോക്കുന്ന കുഞ്ഞ് വിരിച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മുതൽ 7 ദിവസം കഴിയുന്നതുവരെ ആദ്യത്തെ പടം പൊഴിക്കാൻ സമയമെടുക്കും. 5, 6, 7 ഇങ്ങനെ ചിലപ്പോൾ 5 ദിവസത്തിൽ വിരിയും, 5-ാം ദിവസത്തിൽ വിരിയും, ചിലപ്പോൾ 7-ാം ദിവസത്തിൽ വിരിയും, ചിലപ്പോൾ 6-ാം ദിവസം. ഇത് കൃത്യമായിട്ട് ആദ്യത്തെ ഫസ്റ്റ് കുഞ്ഞുങ്ങളുടെ ചട്ട പൊഴിക്കുന്നതിൽ ഒരു 7-നകത്ത് ഏറിയാൽ 10-നകത്ത് പടം പൊഴിച്ച് പിന്നെ അടുത്ത ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ പടം പൊഴിക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഒരിക്കലും ബുക്ക് വായിച്ചിട്ടോ ഒന്നുമല്ല. എൻ്റെ വീട്ടിൽ ഞാൻ കുറേ 10-20,000 മൂർഖന്മാരുടെ മുട്ടകൾ വിരിയിച്ചതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നതുകൊണ്ടാണ് 5 മുതൽ 7 ദിവസം വരെ പടം പൊഴിക്കാൻ എടുക്കുന്നത്. ആ പടം പൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ 4 വഴിക്ക് സ്പ്ലിറ്റായിട്ട് സഞ്ചരിച്ച് പോകുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് മുട്ട വിരിഞ്ഞതിന് ശേഷം തള്ള ഭക്ഷണം തേടി ഇറങ്ങി. ഏകദേശം 2 മാസത്തോളം പ്രായമുണ്ട് ഈ ചെറിയ കുഞ്ഞിന്. കണ്ടു കഴിഞ്ഞാൽ അത്രയും പറയുകയില്ല, പക്ഷേ 2 മാസത്തോളം പ്രായമുണ്ട് കുഞ്ഞിന് അതിഥിക്ക്. ഈ അമ്മ മുട്ട വിരിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളം ആയി കാണും. അതിനുശേഷം ആദ്യത്തെ ഫുഡാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ ഫുഡല്ല, കുറച്ചുകൂടി ബോഡി ഒന്ന് വികസിക്കും. 2ാമത്തെ 3ാമത്തെ ടൈം ഫുഡ് കഴിക്കാനായിട്ട് എത്തിയാണ്. 2 ആഴ്ച അറിയില്ല, നമുക്ക് 1 മുതൽ 2 ആഴ്ച വരെ വേണം ഇവർക്ക് ഫുഡ് എടുക്കാനായിട്ട്. മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല ടയർഡായിരിക്കും. കാരണം അമ്മ അറിയാമല്ലോ, മുട്ട നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എണ്ണ ചേർന്ന് കഴിഞ്ഞാൽ
ദൂരെ സഞ്ചരിക്കുകയില്ല, സ്പീഡിൽ സഞ്ചരിക്കുകയില്ല, വളരെ പതുക്കെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. വെള്ളത്തിൻ്റെ അംശം കിട്ടുന്ന സ്ഥലത്ത്, മണ്ണിൽ നനവുള്ള സ്ഥലത്ത്, എന്നാൽ വെയിലും കൂടി കിട്ടുന്ന സ്ഥലത്ത്, ചപ്പ് തണലൊക്കെ ഉള്ള സ്ഥലത്താണ് ഇവർ മാളം കണ്ടെത്തുന്നത്. പക്ഷേ അണലിക്കാണെങ്കിൽ കുറച്ച് വെയിൽ, ചൂട് ആവശ്യമാണ്. ചപ്പ് ഉണങ്ങിയ മറ്റേ പടർന്നിറങ്ങുന്ന പുല്ലുകൾ, അരമുള്ള പുല്ലുകൾ, അതുപോലെ അടുത്ത് പുല്ലടിയിൽ ഉണങ്ങിക്കിടക്കുന്ന പുല്ലുകൾ, പിന്നെ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന വിറവിൽ ഷീട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള തൊണ്ട്, കദമ്പ ഉണക്കി വെച്ച് ഇതിൻ്റെ അടിയിലൊക്കെയാണ് അണലി അതികൾ പ്രസവത്തിനായി ഇഴഞ്ഞെത്തുന്നത്. ഇവരങ്ങനെയല്ല, ഇവർ കറക്റ്റായിട്ട് മാളങ്ങൾ, നല്ല വെള്ളത്തിൻ്റെ അംശമുള്ള, എന്നാൽ പെട്ടെന്ന് അവർക്ക് പുറത്തേക്ക് ഇറങ്ങി അടുത്ത് വെള്ളം കിട്ടുന്ന സ്ഥലം, അങ്ങനെയൊക്കെയുള്ളത്. ഇപ്പോൾ ശുദ്ധജലം വേണമെന്നില്ല. അപ്പോൾ നമുക്കണ്ട ആ കുഞ്ഞൻ തള്ളേരെ വാലിൻ്റെ അടിയിൽ കൂടെ തല വെച്ചിങ്ങനെ തല മാത്രം പുറത്ത് വെച്ച് നോക്കിക്കൊണ്ട് നോക്കി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന നമ്മുടെ പക്ഷിയെ മറ്റ് ജീവികൾ പിടിക്കാൻ വരുമ്പോൾ അമ്മ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും പോലെയാണ് തോന്നുന്നത്. തല വെച്ചിരിക്കുന്നതൊക്കെ ഇപ്പോൾ കണ്ണ് മാത്രമേ ഉള്ളൂ, തല മൊത്തം അകത്തേക്ക് വെച്ചു. പക്ഷേ അതല്ല, അദ്ദേഹത്തിൻ്റെ പുറത്തൂടെ അഴിഞ്ഞ് പോയപ്പോൾ തലയങ്ങ് വേദന ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ബോഡിയിൽ അങ്ങോട്ട് ഇറങ്ങി അവൻ തലയങ്ങ് വലിച്ചിട്ടുണ്ട്, നല്ല വേദനയ്ക്ക്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഞാനിന്ന് രാവിലെ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഇന്ന് പാമ്പുകളെ പിടിക്കാൻ പോയി, പാമ്പുകളൊന്നും കിട്ടിയില്ല. ചില സമയത്തെല്ലാം വലിയ വേസ്റ്റുകൾ. അപ്പോൾ ഞാൻ ഈ വേസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ കൈ കൊണ്ടൊരു ആൾ വേസ്റ്റ് എടുത്ത്, പുള്ളി പാറശാലക്കാരാണ്, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ശങ്കരൻ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ അവിടെ ചെന്നു. പുള്ളി ഇങ്ങനെ ചാക്കു കൈ കൊണ്ടെടുത്ത് അതിൻ്റെ അടിയിൽ വലിയൊരു മൂർഖനായിരുന്നു. അദ്ദേഹത്തിനെ കടിക്കാണ്ട് വായും തുറന്ന് വന്നു. പെട്ടെന്ന് അദ്ദേഹം ഓടി പേടിച്ചു. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പേടിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയ ബോട്ടിലൊന്നും തരാമോ? ചെറിയ ബോട്ടിൽ, വലിയ ബോട്ടിൽ. ചെറിയ ബോട്ടിലൊന്നും തരാമോ? ഒരു കുഞ്ഞ് പോലെ നമുക്ക് തന്നെ ബോട്ടിലാക്കാം. ആദ്യം വലിയ ബോട്ടിൽ തരണം. മോളെ ബോട്ടിലിങ്ങനെ വേണ്ട മോളെ, ബോട്ടിൽ പതുക്കെ 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 പതുക്കെ. അപ്പോൾ നമ്മളെന്തായാലും രണ്ട് പേരെയും നമ്മൾ ബോട്ടിലാക്കി. അപ്പോൾ നമ്മൾ കുഞ്ഞ് പാവ ഇദ്ദേഹം ഇത് കാരണം ഇദ്ദേഹത്തിന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 4-5 വയസ്സോളം പ്രായമുണ്ട്, ഫീമെയിലാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും കുഞ്ഞു മക്കളുള്ള വീട്ടിൽ അടുക്കളയ്ക്കകത്ത് കണ്ട കുഞ്ഞുകുട്ടൻ്റെ അമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മയും 2 മൂർഖനദികൾ ഒരുമിച്ച് പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 4 പേരുടെയും നന്ദി. നമസ്തേ.